ഹലോ കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ 2030 TDI 2030 ICH ചെയ്ത ഒരു ബോർഡാണ്. ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് പവർ ടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ്. ഈ ബോർഡ് ഒരു 14 വാട്ട് RMS കിട്ടുന്ന ഒരു ബോർഡാണ്. 4 ohms ലോഡിൽ ഒരു 14 വാട്ട്സ് RMS ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡാണ്. പിന്നെ ഇതിൻ്റെ പീക്ക് പവർ എന്ന് വെച്ചാൽ 18 വാട്ട്സ് ആണ്. ഇതിൻ്റെ പവർ വോൾട്ടേജ് 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ കൊടുക്കാമെന്നാണ് ഇത് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. പക്ഷേ നമുക്കൊരു 12 വോൾട്ട് ഒരു 14 വോൾട്ട് വരെ കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഹോം തിയേറ്ററിന് വെച്ചിരിക്കുന്ന IC ആണ്. ഹോം തിയേറ്റർ ചെറിയ സ്പീക്കേഴ്സൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു 3 ഇഞ്ച് സ്പീക്കറൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ബോർഡാണിത്. 3-4 ഡ്രൈവ് ചെയ്യും. അന്നേരം നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് ഇത് പക്ക ഒരു ഓഡിയോ ക്വാളിറ്റി നൽകുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കണക്ഷനൊക്കെ വളരെ ഈസിയാണ്. ഇത് മോണോ ബോർഡാണ്. അവരിവിടെ ഇൻപുട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പവർ സപ്ലൈ കൊടുക്കേണ്ട ഭാഗം, പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട്. അന്നേരം നമ്മൾ ചെറിയ രീതിയിലൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ 2 ബോർഡ് ഉണ്ടെങ്കിൽ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അന്നേരം ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ FM ബോർഡും നമ്മുടെ USB ബോർഡൊക്കെ വരുന്ന ബോർഡിൻ്റെ ഫ്രീ ഔട്ട് പിടിച്ച് ഇതിൽ വെച്ച് കണക്ട് ചെയ്യാമെങ്കിൽ നമുക്കൊരു 8 ഇഞ്ച് സ്പീക്കറൊക്കെ ഡ്രൈവ് ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഈ ബോർഡ്. ഒരു 14 വാട്ട്സ് ഔട്ട്പുട്ടൊക്കെ കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കാര്യം പറയാം. ഇതൊരു FM ബോർഡാണ്. ഇതിൻ്റെ ഫ്രീ ഔട്ട് ഇത് ഫ്രീ ഔട്ടുള്ളതാണ്. ഇത് ആംപ്ലിഫയർ ഇല്ലാത്ത ടൈപ്പുള്ളൊരു FM ബോർഡാണ്. ആംപ്ലിഫയർ ഉള്ള ടൈപ്പും വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ആംപ്ലിഫയർ ഇല്ലാത്ത ടൈപ്പ് വരുന്നതിൻ്റെ ഫ്രീ ഔട്ട് ഈ FM റേഡിയോ ഉണ്ടെങ്കിൽ ഫ്രീ ഔട്ട് എടുത്ത് നമുക്ക് ഈ ബോർഡിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഔട്ട് എടുത്ത് നമുക്ക് സ്പീക്കറിലോട്ട് കൊടുക്കാം. എന്നാൽ ഇതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ബാസ് ട്രബിൾ വേണമെങ്കിൽ ബാസ് ട്രബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓഡിയോ ക്വാളിറ്റി കൂടും. അന്നേരം നോർമൽ ഒരു 8 ഇഞ്ച് 2 സ്പീക്കർ വെച്ച് 2 ബോർഡ് വെച്ചാണെങ്കിൽ 2 8 ഇഞ്ച് സ്പീക്കർ ഡ്രൈവ് ചെയ്യിക്കാൻ പറ്റും. അന്നേരം നമുക്ക് ഈ 12 വോൾട്ട് പാരലായിട്ട് കൊടുത്താൽ മതി. മറ്റൊരു ബോർഡിൽ ഇതേ സെയിം ബോർഡിൽ പാരലായിട്ട് കൊടുത്തു കഴിഞ്ഞ് വർക്ക് ചെയ്യിപ്പിക്കാം. അന്നേരം ഇത് ഇപ്പം എല്ലാ ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് കടയിലും ലഭ്യമാണിത്. ഈ ബോർഡ് ഒരു 100 രൂപയ്ക്ക് താഴെയാണ് ഈ ബോർഡിൻ്റെ വില. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നല്ല ഹൈ പെർഫോമൻസ് ആണ്. ഫുൾ റേഞ്ച് സ്പീക്കറൊക്കെ പക്കയായിട്ട് നമുക്കൊരു 4 ഇഞ്ച് ഒരു 10 വാട്ട് 4 ohmsൽ ഒരു 14 വാട്ട് 10 വാട്ട്സൊക്കെ ഉപയോഗിക്കാം. 14 വാട്ട്സും ഉപയോഗിക്കാം. അത് ചില രീതിയിൽ കണ്ടുവരുന്നത് വെച്ചാൽ ഒരു 40 വാട്ട് സ്പീക്കറൊക്കെ ഉപയോഗിക്കാം. 8 ohms പോട്ടെ 8 ഇഞ്ച് സ്പീക്കർ 4 ohmsൽ ഒരു 40 വാട്ടിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ സുഹൃത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഒരുപാട് വ്യത്യാസമായി കഴിഞ്ഞാൽ ഓംസിൽ വ്യത്യാസം കഴിഞ്ഞാൽ IC ചൂടാവും. എന്നിട്ട് നമുക്ക് 4 ohmsൽ ഒന്നുകൂടെ പറയാം. 4 ohmsൽ 14 വാട്ട് RMSഉം പിന്നെ 8 ohmsൽ ഇത് 9 വാട്ടേ ഔട്ട്പുട്ട് തരുള്ളൂ. അന്നേരം സപ്ലൈ ഒക്കെ കറക്റ്റ് കൊടുക്കണം. പ്ലസും മൈനസും മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ IC അടിച്ചു പോകുന്ന കാര്യം IC പോവും. അത് നമ്മൾ USB ബോർഡൊക്കെ മേടിച്ചിട്ട് ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നിർമ്മിക്കാൻ ആവശ്യം ഉള്ളവർക്ക് ഇത് ഉപകാരപ്രദമാകും ഈ വീഡിയോ. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. അന്നേരം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.